ഇന്ന് നമ്മൾ കറാമയിലെ രാത്രി വൈബ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഒരു സംശയമായി പോകും, നമ്മൾ ദുബായിലാണോ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ മറ്റെവിടെയെങ്കിലും രാത്രി ഇറങ്ങിയതാണോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. കാണുന്നതാണ് രാത്രി കറാമ വൈബ് പറഞ്ഞത്. 2 മണി 3 മണിയായിട്ടും റോഡിലെന്താ പറയുക, ഫുള്ള് മലയാളികൾ തന്നെ. ഒരു പാർക്കിംഗ് ഒഴിവില്ല. പക്ഷെ നമ്മൾ കറാമയിലാണോ കേരളത്തിലാണോ എന്ന് സംശയിച്ചു പോകും. അത്രയും നല്ല രീതിയിൽ തന്നെ അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും എവിടുന്നാണ് കഴിക്കേണ്ടതെന്ന് ഓർമ്മയില്ല. കാലിക്കറ്റ് ടിഫിൻ ഹൗസിലൊക്കെ തിരക്കോക്കി. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? ജനസാഗരം. നാട്ടിലേതോ ചന്തയിലാണോ കറാമയിലാണോ ഏതാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്താ തിരക്ക്, ഒരു രക്ഷയില്ല. തട്ടുകട സെറ്റപ്പ് വേണ്ടിയവർക്ക് തട്ടുകട സെറ്റപ്പ് ഉണ്ട്. ബ്രെഡ് ഓംപ്ലേറ്റ്, പാസ്ത, എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് അത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പിലിട്ടത്, ഐശ്വറിൻ്റെ റമദാൻ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഇവിടെയുണ്ട്. ഓർഡർ ചെയ്താൽ കിട്ടും. കറാമ വൈബ് പറഞ്ഞ് ഓടി വരുന്നേരം പാർക്കിങ്ങുള്ള സ്ഥലം നിങ്ങൾ തന്നെ കൊണ്ടുവരേണ്ടി വരും. ഇല്ല വണ്ടി ആയിട്ട് പോയാലും. ഇനി വണ്ടി വെച്ചാലോ പിന്നെ നമുക്ക് കയറാനുള്ള സ്ഥലമില്ലാന്ന്. പാട്ടും പരിപാടികളൊക്കെ ആണ്. ഇവിടെ വേറെ ഐശ്വര്യമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും വാങ്ങി വെക്കാം. നല്ല തിരക്കാണ് അവിടെ. പുള്ളി കറാമ വൈബ് തന്നെ. നമ്മൾ ഇറങ്ങാണ്. അപ്പം ഇവിടെ വേറൊരു വൈബ് തന്നെയാണ്. ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല ഏതായാലും. കാരണം കുറച്ചൊക്കെ അധികമാണ്. ഏതായാലും നമ്മൾ ഇറങ്ങാണ്.